വിളിച്ചോ. മിണ്ടാണ്ട് എണീറ്റ് പോവാം, കുറച്ച് പരിപാടിയുണ്ട്. അയ്യോ പണിവാളി ഇവിടെ എണീറ്റോ. ആരൊക്കെ ചേച്ചി? നല്ല ഉറക്കാം. അയ്യോ പണിയൊന്നും തീരുന്നേ ഇല്ലല്ലോ. അനി എന്താ ചെയ്യട്ടെ? അയ്യോ മറന്നുപോയി. അമ്മേ അമ്മേ, നേരത്തെ എണീറ്റോ? പിന്നെ നേരത്തെ എണീക്കണ്ടേ? അവളുടെ ബർത്ത്ഡേ അമ്മേ ആഘോഷിക്കില്ലേ? നല്ല സന്തോഷത്തിലാണല്ലോ, പിന്നെ ആഘോഷിക്കണ്ടേ? എന്താ അമ്മ ഒരുക്കങ്ങള്? എല്ലാം ആയോ? എല്ലാം റെഡിയാ, നീ രസവും കൂടി ഉണ്ടാക്കിയാൽ മതി. അയ്യോ സൂപ്പർ സൂപ്പർ. അമ്മ പുതിയ ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട്, മോള് കുളിച്ച് അതൊക്കെ ഇട്ട് റെഡിയാ നിന്നു. അവളെ നമുക്ക് പയ്യെ വിളിക്കാം. അമ്മേ ഞാൻ എണീറ്റപ്പോഴേ അവളെ അറിയാലിപ്പോ എണീറ്റാ. അയ്യോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞേനെ. അയ്യോ നാണോ ഒച്ചേ, ആ റൂമിലോട്ടേ പോകണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ. അമ്മേ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട്? പാറുവിന്റെ ഫ്രണ്ട്സിനെ എല്ലാം വിളിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ആരുമില്ല, ഇത്രയും പേരൊക്കെ ഉള്ളൂ. ഹായ് അത് മതി അമ്മേ, അടിച്ചു വിളിക്കാം. എന്റെ 2 ഫ്രണ്ട്സിനെ കൂടി ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ അല്ല, നമുക്ക് ആഘോഷമാക്കാം. അച്ഛനെ എവിടെ അമ്മേ? അച്ഛൻ കേക്ക് വാങ്ങാൻ പോയേക്കോ. എനിക്ക് സന്തോഷായി. ചെല്ലിയല്ലേ റെഡിയാവും. എന്നിട്ട് അപ്പവും കടലക്കറിയായിരുന്നു. ഓ സൂപ്പർ, എന്റെ സന്തോഷം. എന്നും അങ്ങനെ കണ്ടാ മതിയായിരുന്നു. അല്ല ഇതാരൊക്കെയാണ്? കേറി വാ അമ്മേ, ദേ എല്ലാരും വന്നു. മാണിച്ചേച്ചി പാറല്ലേ? അവിടെ ഇതുവരെ എണീറ്റിട്ടില്ല. ഓ നോ, അതെന്താ അവളെ എണീക്കാതെ? ശരിക്കും പറഞ്ഞാൽ അവൾക്കറിയില്ല അവളുടെ ബർത്ത്ഡേ ഇന്നാന്ന്. അത് കലക്കി. അപ്പൊ ഇതൊരു സർപ്രൈസ് ആണേ. അതെ അതെ, ഇനി വേണം നമുക്ക് അവളെ വിളിക്കാൻ. ആരൊന്ന് ഞെട്ടും. വിളിക്കുമ്പോ ചവിട്ടിട്ടാണ് നോക്കിക്കോ. അത് വാസു പറഞ്ഞ കറക്റ്റാ. എല്ലാരും വാ. ആന്റി ഞങ്ങൾ എത്തി. അല്ല ഇതെന്താ കയ്യില്? ഗിഫ്റ്റാ. ഇതെന്റെ തനിയെ ഗിഫ്റ്റും മറ്റേത് ഇവൾമാര് 3 പേരും കൂടി പിരിവിട്ട് വാങ്ങിയതും. ഐ ശരി, ഇതിന്റെയൊക്കെ എന്തൊരു ആവശ്യമുണ്ടോ? ഞങ്ങളുടെ സന്തോഷം അറിവ് നല്ല സന്തോഷം. അച്ചടാ എന്നാ ചേട്ടൻ നിങ്ങൾ അവളെ വിളിക്കും. അത് ഓർക്കുമ്പോ എന്തേ ഒന്നുമില്ലാണ്ടി അവൻ ചുമ്മാ വരുമെന്ന്. മക്കളിവിടെ ഇരിക്കട്ടോ, അഞ്ഞു പോയി കുളിച്ച് ഫ്രഷായി ഒക്കെ വരാം. ഓക്കെ.